ഇനി നമ്മൾ ഈ മണിക്കൂറിലെ തുടക്കത്തിൽ കണ്ട വീഡിയോ ഉണ്ടായിരുന്നല്ലോ, പ്രഭാവതി അമ്മയുടെ വീഡിയോ. ഈ ഫുട്പാത്തിലൂടെ വാഹനം വന്നപ്പോൾ ആ വാഹനത്തെ തടഞ്ഞ് തിരിച്ചയച്ച പ്രഭാവതി അമ്മ ഇപ്പോൾ മീഡിയ വണിനൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രഭാവതി അമ്മ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം. ആദ്യം തന്നെ അമ്മയ്ക്ക് വലിയൊരു കൺഗ്രാറ്റ്സ് പറയണം. കൺഗ്രാറ്റ്സ് പറയുകയാണ്, ആശംസകൾ നേരുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ്, ഞങ്ങളുടെയൊക്കെ ഹീറോ ആണ് കേട്ടോ പ്രഭാവതി അമ്മ. അമ്മ, ഇത് എപ്പോഴാ സംഭവം ഉണ്ടായത്? അതൊന്ന് വിശദീകരിക്കാമോ എനിക്ക്? 2 ദിവസം മുമ്പാണ് സംഭവം. ഒരു ഉച്ച സമയത്താണ്, 12:30 മണീൻ്റെ ഉള്ളിലാണ്. ഞാനിവിടെ കടയിലേക്ക് പോകുമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ വഴി എന്ന് പറയുന്നത് ഈ ബൈപ്പാസിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു കടയിൽ പോകുന്ന സമയത്താണ് ഞാൻ ആ ഫുട്പാത്തിലൂടെ പോകുമ്പോൾ എൻ്റെ എതിരായിട്ട് ഒരു വണ്ടി സ്കൂട്ടർ ഓടിച്ച ഒരാൾ വരുന്നു, എന്നോട് മാറാൻ പറയുന്നു. അപ്പോൾ ആ മാറാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഞാൻ എങ്ങോട്ടാണ് മാറേണ്ടത്, റോഡിലേക്കാണോ? അപ്പോൾ അയാൾ വണ്ടി ഒന്ന് ചരിച്ചിട്ട് പറഞ്ഞു, ഇതിലേ പൊക്കോളൂ എന്ന് പറഞ്ഞു. അതായത് അപ്പം ഞാൻ പറഞ്ഞല്ല, ഞാൻ എൻ്റെ വഴിയിലൂടെയാണ് പോണത്, നിങ്ങളെന്താ ഈ വഴിയിലൂടെ വന്നത്? നിങ്ങൾക്കല്ലോ ഈ വഴി, ഇത് ഞങ്ങളെ വഴിയല്ലേ, നമുക്ക് നടന്നു പോകുന്നവർക്കുള്ള വഴിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അയാളായിട്ട് കുറച്ച് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, കൂടുതൽ ഷാർപ്പൊന്നായിട്ടല്ല. അപ്പോൾ അയാൾ ചോദിച്ചു എന്നോട്, നിങ്ങൾ നിയമം പറയുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിയമമല്ല, നിയമത്തിൻ്റെ വഴിക്ക്. നിയമം എന്താണെന്ന് ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്കറിയാം. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലും അതിന് ഫൈൻ അടയ്ക്കുക എന്നുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ, അവരെ ക്ലാസ്സിലിരുത്തുമോ, നിയമത്തിൻ്റെ ക്ലാസ്സിലിരുത്തുമെന്നോ ചെയ്യും, അത്രേ ചെയ്യുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടിയൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ശുഭയാത്രയിലേക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ നടപടി എടുത്തോളാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പിന്നീട് പറയുന്നത്, എനിക്ക് ഇങ്ങനെ ടേൺ ചെയ്യാനുള്ള സ്ഥലം തരണം, അതിൽ തന്നെ ഫുട്പാത്തിൽ കൂടെ തന്നെ തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നടക്കില്ല, നിങ്ങൾ ബാക്കോട്ട് എടുക്കുക നിവൃത്തിയുള്ളൂ, നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പോവുക, അത് ടേൺ ചെയ്തിട്ടല്ല ബാക്കോട്ട് എടുക്കുക. കാരണം ടേൺ ചെയ്യാൻ വഴി കൊടുത്താൽ അവർ മുന്നോട്ടേക്ക് കടത്തും, അതെനിക്കറിയാം. അവരെ വിചാരം ഞാൻ ഇത് തടയില്ല എന്നുള്ളതായിരിക്കുമല്ലോ, വണ്ടി എടുത്ത് സ്പീഡിൽ വിടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അനുവദിക്കാറില്ല. പലപ്പോഴായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇത് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല.